ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം 33-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ഇറാന് മേൽ പുതിയ അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപായി ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതെ കടലിടുക്ക് തുറക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം നടക്കുമ്പോഴും മേഖലയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒമാൻ ഭരണകൂടം ഇറാനുമായി അവസാനവട്ട ചർച്ചകൾ നടത്തി. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ആശയവിനിമയം നിലനിർത്താൻ പാകിസ്ഥാനും ഈജിപ്തും സജീവമായി ഇടപെടുന്നുണ്ട്. ഇസ്രയേലിനും സഖ്യകക്ഷികളായ അറബ് രാഷ്ട്രങ്ങൾക്കും നേരെ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിതരണത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. തകർക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വർഷങ്ങൾ എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹോർമസ് കടലിടുക്ക് ഇനി ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്നും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇത് ബാധകമായിരിക്കുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നേവി അറിയിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ പുതിയ ക്രമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഇറാൻ എന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ട്രാൻസിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നതിനുള്ള നിയമനിർമ്മാണ നടപടികൾ ഇറാൻ പാർലമെന്റ് ആരംഭിച്ചു. തുക ഇറാന്റെ ഔദ്യോഗിക കറൻസിയിൽ നൽകേണ്ടി വരും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയേക്കാം. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദിഷ്ട നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇറാനെതിരെയുള്ള ഏകപക്ഷീയമായ ഉപരോധങ്ങളിൽ പങ്കുചേരുന്ന രാജ്യങ്ങൾക്കും ഈ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിലെ സമുദ്രപാതയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് ഇറാന്റെ ലക്ഷ്യം. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കരട് നിയമനിർമ്മാണം ഇറാൻ പാർലമെന്റ് കമ്മിറ്റിയിൽ അംഗീകരിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രസ്താവന വരുന്നത്. കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം, സായുധ സേനയുടെ പങ്ക്, സമുദ്ര സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ഒമാനുമായുള്ള നിയമപരമായ ഏകോപനം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കരട് നിയമനിർമ്മാണത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും ആഗോള വിപണിയെയും ഇറാന്റെ തീരുമാനം കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം തിങ്കളാഴ്ചത്തെ സമയപരിധിക്കുള്ളിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നില്ലെങ്കിൽ ഇറാന്റെ നിർണായക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി.